വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ADGP MR അജിത് കുമാർ RSS നേതാവ് ദത്താത്രേയ ഹൊസബള്ളയുമായി നടത്തിയ കൂടിക്കാഴ്ചയെ ചൊല്ലി VD സതീശൻ PV അൻവർ വാക്പോര്. RSSുമായും ADGP MR അജിത് കുമാറുമായും അടുത്ത ബന്ധം പ്രതിപക്ഷ നേതാവ് VD സതീശനാണെന്ന് PV അൻവർ MLA ആരോപിച്ചു. പുനർജനി കേസ് അട്ടിമറിക്കാൻ VD സതീശന് വേണ്ടിയാണ് ADGP MR അജിത് കുമാർ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത്. പുനർജനി കേസിൽ ED അന്വേഷണം വേണമെന്ന് എഴുതി നൽകാൻ VD സതീശൻ തയ്യാറുണ്ടോ എന്നും PV അൻവർ വെല്ലുവിളിച്ചു. അടിയന്തരമായിട്ട് ഇങ്ങനെ സമ്മേളനം നടത്താൻ ഇവർ തമ്മിൽ കൂടിയാലോചന നടക്കുന്നത് എന്താ കാരണം? പുനർജനി കേസിൽ ED അന്വേഷണം വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ആ കേസിൽ കുരുങ്ങുമെന്ന് എനിക്കും നിങ്ങൾക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ അറിയാം. അപ്പം ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, പ്രതിപക്ഷ നേതാവിന് RSSുമായി ബന്ധമുണ്ട്, അജിത് കുമാറുമായി ബന്ധമുണ്ട്. PV അൻവറിന്റെ ആരോപണം മറുപടി അർഹിക്കുന്നതല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിശദീകരിച്ചു. പുനർജനി കേസിൽ ED അന്വേഷണം നടക്കുന്നുണ്ട്. അൻവർ നിയമസഭയിൽ ഉന്നയിച്ച 150 കോടി രൂപയുടെ അഴിമതി ആരോപണം കൂടി അന്വേഷിക്കട്ടെ എന്നും VD സതീശൻ പറഞ്ഞു. പുനർജനി കേസിൽ ED അന്വേഷണം നടത്തുന്നുണ്ട്. ഇനി അൻവർ എനിക്കെതിരായിട്ട് അസംബ്ലിയിൽ ഒരു ഭയങ്കര ആരോപണം ഉന്നയിച്ചു. 150 കോടി രൂപ ഞാൻ മറ്റേ മീൻ വണ്ടിയിൽ കൊന്നു. അതിനെക്കുറിച്ച് വേണമെങ്കിൽ കൂടി ED അന്വേഷിച്ചോട്ടെ. അൻവർ ഒരു പരാതി EDക്ക് കൂടി കൊടുത്തു. സമീർ ബിൻ കരീമും നിതിൻ അംബുജനും വിവരങ്ങൾ നൽകും. സമീർ, എന്താണ് ഇപ്പോൾ PV അൻവർ ഇന്ന് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്? ഈ ആരോപണങ്ങളുടെ പേരിൽ എന്താണ് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഏറ്റെടുത്ത് പ്രതിപക്ഷം തെരുവിൽ സമരം നടത്തുമ്പോൾ, സർക്കാരിൻ്റെ രാജി, മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടൊക്കെ വലിയ പ്രക്ഷോഭം നടക്കുമ്പോഴാണ് അതിന് നേതൃത്വം നൽകുന്ന VD സതീശനെ കൂടി ആരോപണ കുരുക്കിലേക്ക് PV അൻവർ ഇന്ന് കൊണ്ടുവന്നത്. അപ്പോൾ എന്തായിരുന്നു ഇന്ന് വിശദീകരിച്ചത്? പുനർജനി വിഷയത്തിലെ ആരോപണം ഒരു ഇടവേളയ്ക്ക് ശേഷം അൻവർ കുറെ കൂടി ശക്തമായി ഉന്നയിക്കുന്നതാണ് നമ്മളിത് കണ്ടതല്ലേ? വിജയകുമാർ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ MR അജിത് കുമാർ RSS ചർച്ച നടന്നത് സംസ്ഥാന സർക്കാരിന് വേണ്ടിയല്ല, മറിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശന് വേണ്ടിയാണ് ഇത്തരത്തിൽ ചർച്ച നടന്നത് എന്നുള്ളതാണ് PV അൻവർ വ്യക്തമാക്കിയത്. അതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഈ പുനർജനി കേസുമായി ബന്ധപ്പെട്ട് രാജ്യാന്തര ഏജൻസികൾ അന്വേഷിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് മുന്നിൽ കണ്ട് അത് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് MR അജിത് കുമാർ മുഖേന RSSുമായി ചർച്ച നടത്തിയത് എന്നാണ് PV അൻവർ MLA ആരോപിക്കുന്നത്. ഇത് ഇക്കാര്യം താൻ അറിഞ്ഞു എന്ന്, അതായത് ഈ പ്രതിപക്ഷ നേതാവിന് വേണ്ടി MR അജിത് കുമാർ RSSുമായി ചർച്ച നടത്തിയെന്ന് PV അൻവർ അറിഞ്ഞു എന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കി. അപ്പോഴാണ് അടിയന്തരമായി വാർത്താ സമ്മേളനം വിളിച്ച് ഇത്തരമൊരു ചർച്ച നടന്നെന്നും അത് സംസ്ഥാന സർക്കാരിന് വേണ്ടിയാണ് ഇത്തരമൊരു ചർച്ച നടത്തിയത് എന്ന് പ്രതിപക്ഷ നേതാവ് ഈ ചർച്ചയെ വഴിതിരിച്ചു വിട്ടത് എന്നാണ് PV അൻവർ പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് ആരോപിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പുനർജനി കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ED അന്വേഷണം നടത്തട്ടെ എന്ന് പ്രഖ്യാപിക്കട്ടെ എന്ന് PV അൻവർ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗൗരവമായിട്ടുള്ളൊരു കാര്യം. 22-ാം തീയതി ഇക്കാര്യം PV അൻവർ അറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇത്രയധികം ദിവസം ഇത് പ്രഖ്യാപിക്കാതെ നിന്നു, അല്ലെങ്കിൽ ഇത്തരമൊരു കാര്യം അൻവർ പുറത്തു പറയാതെ നിന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ PV അൻവർ MLA വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അപ്പോഴും തന്നെ ഇത്തരം ഒരു ആരോപണം PV അൻവർ പ്രതിപക്ഷ നേതാവിന് നേരെ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ അൻവറിന്റെ ആരോപണം ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷം ശക്തമായ സമരപരിപാടികളും എല്ലാമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവിനെ കൂടി ഈ ഒരു ആരോപണത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരുന്നത് PV അൻവർ. യെസ്, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. നിതിൻ അംബുജൻ കൂടി ചേരുന്നു. നിതിൻ, VD സതീശൻ ഇത് മറുപടി അർഹിക്കാത്ത ആരോപണം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ പുനർജനിയിൽ ഒരു ED അന്വേഷണം നടക്കുന്നുണ്ട്. നിയമസഭയിൽ അൻവർ ഉന്നയിച്ച 150 കോടി രൂപയുടെ അഴിമതിയും കൂടി ചേർത്ത് ഒന്നിച്ച് അന്വേഷിച്ചോട്ടെ എന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് ഈ തൃശ്ശൂരിലെ കൂടിക്കാഴ്ചയുടെ കാര്യത്തിൽ PV അൻവർ ഇന്ന് അതിൻ്റെ ആരോപണത്തിൻ്റെ മുന അത് നീങ്ങുന്നത് പ്രതിപക്ഷ നേതാവിലേക്കാണെന്ന് പറഞ്ഞല്ലോ. ഒരു രാഷ്ട്രീയ വിമർശനമാണല്ലോ, ഒരു രാഷ്ട്രീയ ആരോപണമാണല്ലോ. അതിനെങ്ങനെയാണ് VD സതീശൻ വിശദീകരണം നൽകിയത്? വിജയകുമാർ, ADGP MR അജിത് കുമാർ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തുന്ന ആരോപണം ഏറ്റവും ആദ്യം ഉന്നയിച്ചത് അത് VD സതീശനാണ്. അതിനുശേഷമാണ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാവുകയും പിന്നീട് ഒരു ഘട്ടത്തിൽ പോലും CPM അതിനെ തള്ളിപ്പറയാതെ ആ ഒരു പ്രതികരണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളടക്കം VD സതീശനോട് തെളിവുകൾ ചോദിക്കുമ്പോൾ അത് വൈകാതെ പുറത്തു വരുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം വന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത് താൻ ഇത് നേരത്തെ ഉന്നയിച്ച ആരോപണമാണ്. സ്വാഭാവികമായിട്ടും അതിൽ തീയതി സഹിതം താൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും CPMO അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അത് നിഷേധിക്കാതെ പുറത്തു വന്നിരുന്നു.
നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ല. ഇപ്പോൾ അത് തെളിഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. എന്തായാലും പൂരം കലക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. അങ്ങനെ കേന്ദ്ര കേസുകളെല്ലാം തന്നെ ഒരു ഒത്തുതീർപ്പിലേക്ക് പോവുകയും പിന്നീട് തൃശൂരിൽ ഒരു സീറ്റ്, ഇത് തന്നെയാണ് BJP CPM ബാന്ധവത്തിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയാണ് MR അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ഒരു ആരോപണം തന്നെയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതിലിപ്പോൾ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഇന്നിപ്പോൾ VD സതീശൻ വ്യക്തമാക്കിയത് പിണറായിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിൽ മന്ത്രിസഭയിലെ ഒരു ഉന്നതനും കൂടി ഉണ്ടെന്നാണ്. പക്ഷേ അത് മന്ത്രിയുടെ പേര് അദ്ദേഹം എന്തായാലും വ്യക്തമാക്കിയിട്ടില്ല. ശശിയോ അതല്ലെങ്കിൽ MR അജിത് കുമാറോ കൂടാതെ ഒരു മന്ത്രി കൂടി ഈ ഒരു സംഘത്തിലുണ്ട്. വൈകാതെ ഈ ഒരു പേര് പുറത്തുവരും. CPIയിലെ കൊട്ടാര വിപ്ലവത്തിൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിമർശനമെല്ലാം തന്നെ CPIയിൽ നിന്ന് ഉയർന്നുകൊണ്ട് ആ പേരുകൾ വൈകാതെ പുറത്തുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം ഇന്ന് PV അൻവർ VD സതീശനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. അത് പൂർണ്ണമായും അദ്ദേഹം നിഷേധിക്കുകയാണ്. അത്തരം ഒരു അന്വേഷണം നടക്കണമെങ്കിൽ നടക്കട്ടെ എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. തനിക്ക് MR അജിത് കുമാറുമായി തനിക്ക് വേണ്ടി കൂടിക്കാഴ്ച നടത്തുകൊണ്ട് എന്ത് കാര്യമെന്നാണ് ഇന്നിപ്പോൾ VD സതീശൻ ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം PV അൻവർ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ VD സതീശന്റെ 150 കോടിയുടെ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിലെല്ലാം അന്വേഷിക്കട്ടെ എന്ന ഒരു നിലപാടിനാണ് ഇപ്പോൾ VD സതീശൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വിജയകുമാർ. യെസ്, നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം ADGP RSS നേതാവിനെ കണ്ടു എന്നത് അന്നേ അറിഞ്ഞിട്ടും MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ്, CPMന് വേണ്ടിയല്ല കൂടിക്കാഴ്ച നടന്നതെന്നും VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് ADGP RSS നേതാവിനെ കാണാൻ പോയതെന്നും പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചാരോപിച്ചു. വാദത്തിന് സമ്മതിച്ച മുഖ്യമന്ത്രി അറിഞ്ഞല്ലോ, അറിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കൊല്ലത്തിലധികമായല്ലോ. അപ്പോഴും അയാൾ ആ സ്ഥാനത്തിരിക്കുകയാണ്. തന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ RSS നേതാവിനെ കണ്ട് 1 മണിക്കൂർ ചർച്ച നടത്തിയെന്ന് അറിഞ്ഞിട്ട് മിണ്ടാട്ടമില്ലാത്ത മുഖ്യമന്ത്രിയാണോ? അപ്പൊ ഗോവിന്ദൻ സത്യത്തിൽ വീണ്ടും മുഖ്യമന്ത്രി അപമാനിക്കുക. അങ്ങനെ അറിഞ്ഞിട്ടും നടപടിയെടുക്കാൻ ധൈര്യമില്ലാത്ത ആളാണ് പിണറായി വിജയൻ എന്നാണ് ഗോവിന്ദൻ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ മുഖ്യമന്ത്രിയോടാണ് ചോദിച്ചത്. മുഖ്യമന്ത്രിയോട് ചോദിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രിക്കില്ലാത്ത ആത്മാർത്ഥതയോടുകൂടി സുരേന്ദ്രൻ വന്ന് പറഞ്ഞതിന് ഓന്റെ കള്ളപ്പണ കേസ്, കുഴൽപ്പണ കേസ് സെറ്റിൽ ചെയ്തതിന്റെ നന്ദി പറയാണ് പിണറായി വിജയന് വേണ്ടിയിട്ട് സുരേന്ദ്രൻ സംസാരിക്കുന്നത്. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ലയുമായി തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് സമ്മതിച്ച ADGP MR അജിത് കുമാർ. സ്വകാര്യ സന്ദർശനമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ADGP വിശദീകരിച്ചത്. RSS നേതാവിനെ കാണാൻ MR അജിത് കുമാർ സ്വകാര്യ വാഹനത്തിലാണ് എത്തിയത് എന്ന് DGPയെയും ഇന്റലിജൻസ് മേധാവിയെയും സ്പെഷ്യൽ ബ്രാഞ്ച് അറിയിച്ചിരുന്നു. RSS നേതാവ് A ജയകുമാറിന്റെ വാഹനത്തിലായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് പോയത്. കഴിഞ്ഞ വർഷം മെയ് 22-ന് ADGP ഈ കൂടിക്കാഴ്ച നടത്തിയെന്ന് സ്ഥിരീകരിച്ചു. ADGP ആരെയെങ്കിലും കണ്ടാൽ CPMന് എന്ത് ഉത്തരവാദിത്വം എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ചോദ്യം. എന്നാൽ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തേണ്ട കാര്യമെന്ത് എന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചോദിച്ചത്. RSSന്റെ ദേശീയ ഉപനേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണമാണ്. അതുകൊണ്ടോ ADGP പോയി നമ്മളെന്താ ഉത്തരവാദി? എന്ത് കാര്യമാണ് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് RSSന്റെ മേധാവിയുമായിട്ട് പങ്കിടാനുള്ളത്? നിങ്ങൾക്കറിയില്ല. സത്യമാണെന്നുണ്ടെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ ആ കൂടിക്കാഴ്ചയ്ക്ക് LDFുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത്. അലക്സ്, ഈ കൂടിക്കാഴ്ചയെ ചൊല്ലി വലിയ രാഷ്ട്രീയ വിവാദം. അപ്പോൾ പ്രതിപക്ഷമാകെ സർക്കാരിനെ ആക്രമിക്കാൻ അത് ഉപയോഗിക്കുമ്പോഴാണ് CPM സംസ്ഥാന സെക്രട്ടറി ചോദിക്കുന്നത് അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടെങ്കിൽ പാർട്ടിക്ക് എന്ത് എന്ന്. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്ന് മാത്രം തൽക്കാലം പ്രതികരിക്കുന്നുള്ളൂ, ബാക്കി പിന്നീട് എന്ന് ബിനോയ് വിശ്വം പറയുന്നു. അപ്പോൾ ഇതിൽ വലിയ ചർച്ച നടക്കും. ഇതിൽ ഒരുപക്ഷെ CPI കടുത്ത നിലപാട് സ്വീകരിച്ചേക്കും, അല്ലെങ്കിൽ ഘടകകക്ഷികൾ മുന്നണിയിൽ വലിയ പ്രശ്നം ഇതേ ചൊല്ലി ഉണ്ടാക്കിയേക്കും എന്നൊക്കെയുള്ള സൂചനകളാണല്ലോ പുറത്തു വരുന്നത്. എന്തായിരിക്കും സർക്കാരിൻ്റെ CPMന്റെ പ്രതിരോധം? വിജയകുമാർ, നിസ്സംശയം പറയാം, ഈ ആരോപണം വന്നതിന് ശേഷം, അതിൻ്റെ തുടർ ഡെവലപ്മെൻറ്റ് വാർത്തകളും വന്നതിന് ശേഷം ഇത് CPMനെയും സർക്കാരിനെയും ഒക്കെ കാര്യമായി തന്നെ പിടിച്ചു കുലുക്കുന്നുണ്ട്. അത് അടുത്ത ദിവസങ്ങളിലും ആ രാഷ്ട്രീയ പ്രത്യാഘാതം അങ്ങനെ തന്നെ തുടരുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒഴുക്കൻ മട്ടിലുള്ള മറുപടി കൊണ്ട്, അത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആകട്ടെ, CPM നേതാക്കളാകട്ടെ, CPMന്റെ ഭാഗത്തു നിന്നുള്ള ഒഴുക്കൻ മറുപടി കൊണ്ട് അതിലിനി പിടിച്ചു നിൽക്കാനാകില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം മൂർച്ഛിക്കും തോറും മനസ്സിലാകുന്നത്. പ്രതിപക്ഷം ഒരു പടി കൂടി കടന്ന ആരോപണങ്ങളെ മൂർച്ച നൽകുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ വർഷം മെയ് മാസം 22-ാം തീയതിയാണ് തൃശ്ശൂരിൽ ADGP അജിത് കുമാറും
RSSന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുമായി കൂടിക്കാഴ്ച നടന്നു എന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിക്കുന്നത്. 1 മണിക്കൂർ ആ കൂടിക്കാഴ്ച നീണ്ടു. സ്വകാര്യ വാഹനത്തിലാണ് ADGP എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ആ ആരോപണത്തെ ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ADGP അജിത് കുമാർ ആ കാര്യം സമ്മതിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ADGPയോട് ഇക്കാര്യങ്ങൾ ചോദിച്ചത്. ആ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ADGP സമ്മതിക്കുന്നുണ്ട്. അതൊരു സ്വകാര്യ സന്ദർശനം മാത്രമായിരുന്നു. തന്റെ സഹപാഠിക്കൊപ്പം ആണ് താൻ പോയതെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അങ്ങനെ ഒരു സ്വകാര്യ വാഹനത്തിൽ പോയി എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, മുന്നണിക്കുള്ളിൽ നിന്ന് വലിയ തോതിൽ ഇതിൽ CPMനെയും അതുപോലെ സർക്കാരിനെയും കടന്നാക്രമിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിന് തുടക്കം ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ പ്രാരംഭം അദ്ദേഹം ഇട്ടിട്ടുണ്ട്. എന്താണ് ADGP അജിത് കുമാറിന്, ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് ഒരു RSS നേതാവിനെ കാണാനുള്ള കാര്യം എന്താണ് എന്ന് വിശദീകരിക്കണം. ഈ കാര്യം അത് വാസ്തവമെങ്കിൽ അത് ഗുരുതരമായ കാര്യമാണ് എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ഇന്ന് അതിന് തുടക്കം ഇട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. LDFൽ അത് അടുത്ത ദിവസങ്ങളിൽ കാര്യമായി പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമല്ല. അങ്ങനെയെങ്കിൽ നിലവിൽ CPM നേതാക്കളും മുഖ്യമന്ത്രിയും തുടരുന്ന ഈ മൗനം അതവർക്ക് ഒഴിവാക്കേണ്ടി വരും. അതവർക്ക് കൃത്യമായി തന്നെ മറുപടി പറയേണ്ടി വരും. അതുമാത്രമല്ല, അന്നേ ദിവസം അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് എന്ന് തൃശ്ശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് സർക്കാരിനെയും ഇന്റലിജൻസ് മേധാവിയെയും സംസ്ഥാന പോലീസ് മേധാവിയെയും അറിയിച്ചിരുന്നു. ആ വിവരം അറിഞ്ഞിട്ടും എന്തിനാണ് അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയതെന്ന് ADGPയോട് സർക്കാർ വിശദീകരണം തേടിയിരുന്നില്ല ആ ഘട്ടത്തിലൊന്നും. അതാവുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം, അതായത് മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് ADGP ആ കൂടിക്കാഴ്ചയ്ക്ക് എത്തിയത് എന്ന പ്രതിപക്ഷ നേതാവിൻ്റെയും പ്രതിപക്ഷത്തിന്റെയും ആരോപണത്തിന് മൂർച്ച നൽകുന്ന ഒന്നായി അത് മാറും. സർക്കാർ മറുപടി പറയേണ്ടി വരും. മുഖ്യമന്ത്രി അടക്കം മൗനം വെടിയേണ്ടി വരും. വിജയകുമാർ, ഇപ്പോൾ ഈ വിവരം പുറത്തു വന്ന ശേഷം ഇത് ADGP തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് സ്ഥിരീകരിക്കുന്നതിന് ശേഷം എന്തായിരിക്കും സർക്കാരിൻ്റെ നീക്കം, ആഭ്യന്തര വകുപ്പിൻ്റെ നീക്കം, അതിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ നീക്കം എന്നൊക്കെയാണ് പ്രതിപക്ഷം മാത്രമല്ല CPI അടക്കമുള്ള LDFലെ ഘടകകക്ഷികളും നോക്കുന്നത്. വിശദീകരണം തേടുമോ, നടപടി ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ CPIയിൽ നിന്നും ഉയരുന്നുണ്ട്. എന്തായാലും അതിൽ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ഒക്കെ പ്രതികരണം വൈകാതെ ഉണ്ടാകുമെന്ന് കരുതാം. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഇടവണ്ണ റിദാൻ ബാസിൽ കൊലക്കേസിൽ മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് ഒത്തുതീർപ്പിന് ശ്രമിച്ചുവെന്ന് റിദാന്റെ ബന്ധു മുജീബ്. 40 ലക്ഷം നൽകിയാൽ കൊലപാതക കേസിൽ ഒത്തുതീർപ്പിന് തയ്യാറാണോ എന്ന് സുജിത് ദാസ് ചോദിച്ചു. SPക്കും മറ്റുദ്യോഗസ്ഥർക്കും ഡാൻസ് ഓഫിനും കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നുണ്ടെന്നും മുജീബ് 24നോട് പറഞ്ഞു. അന്ന് SP പറഞ്ഞ ഒരു കാര്യം, SP ഇവന്റെ പേരും പറഞ്ഞിട്ടാണ് പറഞ്ഞത്, നമുക്കറിയില്ല. SP നമ്മളോട് പറഞ്ഞെന്താ, ഇവൻ ഈ 90 ദിവസം കൊണ്ട് അവൻ ജാമ്യത്തിൽ ഇറങ്ങി 40 ലക്ഷം രൂപ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സെറ്റിൽമെന്റ് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അതിന് സമ്മതിക്കോ എന്നാണ് SP ചോദിച്ചത്. SPക്ക് അത് ചോദിക്കേണ്ട ആവശ്യം എന്താ? അതിന്റെ ആവശ്യമില്ലല്ലോ SPക്ക്. അപ്പം ഈ SPക്കൊക്കെ ഇതിൽ ചോദിക്കുമ്പം ഇവർക്കൊക്കെ ഇതിലൊരു ദുരൂഹത അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഇതിലൊരു പങ്കുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത്. മിഥില ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. മിഥില, ഈ കേസിലെ ഉന്നത ബന്ധത്തിന്റെ മറ്റൊരു തെളിവ് കൂടിയാണ് ഇപ്പോൾ ഈ റിദാന്റെ ബന്ധുവിന്റെ വെളിപ്പെടുത്തൽ. എന്തൊക്കെയാണ് അദ്ദേഹം വിശദീകരിച്ചത്? വിജയകുമാർ, ഇന്നലെ PV അൻവർ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഈ ഒരു കൊലപാതക കേസിൽ സുജിത് ദാസിന്റെ പങ്ക് അന്വേഷിക്കണം എന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. അതുപ്രകാരമായിരുന്നു ഈ ഒരു കുടുംബത്തിന്റെ പ്രതികരണം നമ്മൾ തേടിയത്. PV അൻവർ ഏതു തരത്തിലുള്ള ഒരു ആരോപണമാണോ മുന്നോട്ട് വെച്ചത്, അക്കാര്യങ്ങളെല്ലാം തന്നെ ഈ കുടുംബത്തിനും സംശയമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ പ്രതി ഷാൻ 90 ദിവസത്തിനകം പുറത്തിറങ്ങും. അങ്ങനെ പുറത്തിറങ്ങുകയാണെങ്കിൽ ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ 40 ലക്ഷം രൂപ ഈ റിദാൻ ബാസിലിന്റെ കുടുംബത്തിന് നൽകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒത്തുതീർപ്പിന് തയ്യാറാകുമോ എന്ന ഒരു ചോദ്യമായിരുന്നു മലപ്പുറം മുൻ SP ഈ ഒരു കുടുംബത്തോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനവർ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ആ സമയം മുതൽ തന്നെ ഈ ഒരു അന്വേഷണത്തിൽ ഇവർ തൃപ്തരായിരുന്നില്ല. കൃത്യമായ രീതിയിൽ പോലീസ് ഈ ഒരു അന്വേഷണം നടത്തിയില്ല. ഈ റിദാന്റെ 2 മൊബൈൽ ഫോൺ മിസ്സിംഗ് ആണ്. അത് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൽ ഒരുപാട് തെളിവുകളുണ്ട്. അത് ഒളിപ്പിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിന്റെ പിടിപ്പുകേട് അല്ലെങ്കിൽ കേസ് അന്വേഷണത്തിൽ ഒരു കൃത്യമായുള്ള ഒരു അന്വേഷണം നടന്നില്ല എന്ന ഒരു ആരോപണം ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു അൻവറിന്റെ ഒരു ആരോപണത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഈ ഒരു കേസ് CBI അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഉടൻ തന്നെ പരാതി നൽകും എന്നും കുടുംബം അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ഒരു കൊലപാതകം ഉണ്ടായ സമയത്ത് റിദാന്റെ ഭാര്യയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്ന ഒരു പരാതി ഉണ്ടായിരുന്നു.
ആ പരാതിയിൽ നടപടി വേണം. ആരൊക്കെയാണ് ഇത്തരത്തിൽ ഭാര്യയെ മർദ്ദിച്ചത് അവർക്കെതിരെ കൃത്യമായ നടപടി വേണം. ഇതിൽ ഡൻസാഫ് ഉദ്യോഗസ്ഥരും ഉണ്ട് എന്ന് കുടുംബം പറയുന്നു. അങ്ങനെയെങ്കിൽ അവർക്കെതിരെയും നടപടി വേണം എന്ന് കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി, അതായത് 3 കാര്യങ്ങളാണ്. 1, കൃത്യമായി അന്വേഷണം നടന്നില്ല, അതിൽ CBI അന്വേഷണം വേണം. 2, ഈ ഒരു കൊലപാതകത്തിൽ മുൻ SP-യുടെയും ഒപ്പം തന്നെ ഡൻസാഫ് ഉദ്യോഗസ്ഥരുടെയും പങ്ക് കൃത്യമായി അന്വേഷിക്കണം. 3, ഈ ഭാര്യയ്ക്ക് നേരെയുണ്ടായ അതിക്രമം, അതിൽ അന്ന് ആരാണോ ഭാര്യയ്ക്ക് നേരെ അതിക്രമം നടത്തിയത്, മർദ്ദിച്ചത്, അവർക്കെതിരെ കൃത്യമായ നടപടി വേണം. ഈ 3 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ DGP-ക്കും പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിനു പുറമെ ഈ ഒരു കൊലപാതക കേസ് CBI അന്വേഷിക്കണം എന്നും ഈ കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. വിജയകുമാർ, 40 ലക്ഷം നൽകിയാൽ കേസിൽ നിന്ന് പിന്മാറുമോ എന്ന് സുജിത് ദാസ് ചോദിച്ചു എന്നാണ് ബന്ധു അറിയിച്ചിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് ഇതിൽ ആരോപിക്കുന്നു PV അൻവർ. അതിനിടെയാണ് ആ കുടുംബവും ഏതാണ്ട് സമാനമായ ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നത്. മിഥില ബാലനാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.